സ്നേഹമുള്ളവരെ, കുടുംബ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണ് സ്വാതന്ത്ര്യം. ഉൽപ്പത്തി 2:25. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, പക്ഷേ അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. അതിൻ്റെ അർത്ഥം തുണിയില്ല എന്നല്ല, ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്ക് ഒന്നുമില്ല, ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനും ഒന്നുമില്ല. ഒളിച്ച ഫോൺ വിളിയില്ല, ഒളിപ്പിക്കുന്ന കാശിടപാടില്ല, ഒളിക്കുന്ന വാട്സപ്പ് മെസ്സേജുകളില്ല, ഒളിക്കുന്ന സൗഹൃദങ്ങളില്ല. ഭാര്യ അറിയാത്തതായി ഒന്നും ഭർത്താവിന് അരുത്, ഭർത്താവ് അറിയാത്തതായി ഒന്നും ഭാര്യയ്ക്കും അരുത്. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുക. നിറഞ്ഞ സ്വാതന്ത്ര്യം. ജീവിതത്തിൽ നേരെ പോവുക. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ചില കൊച്ചു കുട്ടികൾ ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല, നേരെ വാ നേരെ പോ. ഒരു കൊച്ചുകുട്ടി വീട്ടിൽ നഗ്നനായിട്ട് നിൽക്കുക. അപ്പോൾ വീട്ടുകാരൊരു അതിഥികളുണ്ട്, അതിന് നടുവിലാണ് ഈ കൊച്ചു ബാലൻ നൂൽ ബന്ധമില്ലാതെ ഓടിക്കരുക. അമ്മയ്ക്ക് നാണക്കേടായി. മോനെ എന്നതാടാ, എന്തെങ്കിലും ഇട്ടുകൊണ്ട് വാ. അവനകത്ത് പോയി കാലയിൽ ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു. അവൻ ഒളിക്കാനും മറയ്ക്കാനുമില്ല ആരുടെയും മുമ്പിൽ. ദേഹത്ത് ദമ്പതികൾക്ക് തമ്മിൽ മറയ്ക്കാനൊന്നുമില്ല, ചിന്തകളിലും മറയ്ക്കാനൊന്നും ഉണ്ടാകാൻ. അതാണ് ഒരു വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുക. സ്വാതന്ത്ര്യം. ചിലപ്പം കള്ളുകുടിയന്മാർക്കുണ്ട് ഈ സ്വാതന്ത്ര്യം. ഒരിക്കൽ ഞാൻ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ 2 കുടിയന്മാർ പൂസായിട്ട് വഴി നിൽക്കുന്നു. എന്നെ കണ്ടപാടെ ഒരു കുടിയൻ, അവൻ ഒരു കീറത്തുണി ഉടുത്തില്ല പരുവത്തിൽ അരയിൽ പൊതിഞ്ഞു വച്ചിരിക്കുക. മറ്റേ കുടിയന് നൂൽ ബന്ധമില്ല, കരിങ്കൽ പ്രതിമ പോലെ ഗാന്ധി സ്റ്റാച്യു പോലെ നിൽക്കുന്നു. അപ്പം തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറഞ്ഞു, എടാ ആ പോകുന്ന വൈദികനാ, ഓർമ്മ വേണം. നമ്മൾ സഭയുടെ മക്കളാണ്. എത്ര പൂസായാലും അച്ഛന്മാരെ കാണുമ്പം നാണവും ബഹുമാനവും വേണം. നിനക്കില്ലെങ്കിലും എനിക്ക് ഉണ്ടടാന്നും പറഞ്ഞ് അവൻ തൻ്റെ തുണി പറിച്ച് അവനെ ഉടുപ്പിക്കുന്നു. ഈ സ്വാതന്ത്ര്യം, നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു സ്വാതന്ത്ര്യം വേണം. അതുകൊണ്ടാണ് കുടുംബത്തിൽ ഒരു ഭാര്യയെ സംബന്ധിച്ച് ഇളയ പെങ്ങൾക്ക് മൂത്ത ആങ്ങളയോടുള്ള സ്വാതന്ത്ര്യം ഭാര്യയ്ക്ക് ഭർത്താവിനോട് വേണം. ഇളയ പെങ്ങളോടുള്ള വാത്സല്യം ഭർത്താവിന് ഭാര്യയോടും വേണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുവേതും പറയാനുള്ള സ്വാതന്ത്ര്യം. ചില ഭാര്യമാർ പറയും, എൻ്റെ അച്ചു, ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് എങ്ങനെ എടുക്കുമെന്നറിയത്തില്ല, അച്ഛന് ഈ കാര്യമൊന്ന് പറയാവോ. ചില ആണുങ്ങൾ പറയും, ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭാര്യ എങ്ങനെ എടുക്കുമെന്നറിയത്തില്ല, ഈ കാര്യം അച്ഛന് അവളോടൊന്ന് പറയാവോ. എല്ലാവരുടെയും പ്രശ്നം ഇതാ. അപ്പം ഒരു സ്വാതന്ത്ര്യക്കുറവ് പരമാവധി. ചിലർ പറയും, മക്കൾ 5 അയച്ചാ എന്നാലും ഒരു സ്വാതന്ത്ര്യം തോന്നുന്നില്ല. ഭാര്യ കൂട്ടുകാരിക്ക് ഫോൺ വിളിക്കുമ്പോൾ ഭർത്താവ് കടന്നു വരികയും പെട്ടെന്ന് അവൾ ഫോൺ ഓഫ് ചെയ്താൽ അതിൻ്റെ അർത്ഥം അവൾക്ക് അവൻ്റെ മുമ്പിൽ സ്വാതന്ത്ര്യമില്ല. ഭർത്താവ് എന്തോ രഹസ്യമായിട്ട് വിളിക്കുമ്പോൾ ഭാര്യ അടുത്ത് വന്നോ പെട്ടെന്ന് ഫോൺ സൈലൻറ്റ് മോഡിലാക്കി അല്ല സ്വിച്ച് ഓഫ് ചെയ്തു, അവന് അവളുടെ മുമ്പിൽ സ്വാതന്ത്ര്യമില്ല. ഒരു സ്ഥലത്ത് ഞാൻ പള്ളി തിരുനാൾ ഒരുക്കമായിട്ട് ധ്യാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ തിരുനാളിനൊരു വലിയ ഗാനമേള വരുന്നുണ്ട്. ആ ഗാനമേളയിൽ ആൾക്കാർ ബഹളം വെക്കാതെ എങ്ങനെ ഇരുത്തണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി സ്ഥലം SI വന്നിരുന്നു. അദ്ദേഹം എന്നെ ചേർന്ന് നിർത്തി 5-6 ഫോട്ടോ എടുത്തു. ഞാൻ ചോദിച്ചു, പോലീസുകാരിങ്ങനെ ഫോട്ടോ എടുക്കുമോ? അദ്ദേഹം അച്ചു, SI സ്റ്റേഷനിലും നാട്ടിലുവാ, വീട്ടിൽ ചെല്ലുമ്പം ഞാൻ വൈകി ചെന്നാൽ എവിടെ പോയിരിക്കുകയായിരിക്കും എന്ന് ചോദിച്ച് അവൾ ചാടും. അപ്പം അച്ഛൻ്റെ ഫോട്ടോ കാണുമ്പം അവൾക്കൊരു മയം വരും. അതുകൊണ്ട് അവളെ ഒതുക്കാൻ വേണ്ടി അച്ഛാ ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നത്. സ്വാതന്ത്ര്യം വേണം, പൂർണ്ണമായ സ്വാതന്ത്ര്യം. അങ്ങനെ സ്വാതന്ത്ര്യമുള്ള ഒരു കുടുംബത്തിൽ ആ കുടുംബം സ്വർഗമായി മാറും. അതിനായിട്ട് ശ്രമിക്കാം. ആമേൻ.